സോ ഹായ് ഓൾ. നമ്മൾ ഇന്ന് LSCയുടെ ലാസ്റ്റ് ടെസ്റ്റിലെ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മൾ പ്ലാനിങ്, ഇന്ത്യയിലെ പ്ലാനിങ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട ഒരു 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്ലാനിങ് എന്ന് പറയുമ്പോൾ അത് സ്വാതന്ത്ര്യത്തിന് മുമ്പല്ല, അതിന് മുമ്പേ നമ്മളോട് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയ ഒരു കാര്യമാണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്ലാനിങ് കമ്മീഷൻ അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങിന് വേണ്ട അതോറിറ്റി വേണം എന്നുള്ള ഡിസ്കഷനൊക്കെ കോൺഗ്രസ് കമ്മിറ്റികളിൽ 1930s സമയങ്ങളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് തുടങ്ങി വരുന്നുണ്ട്. നമ്മൾ അതൊക്കെ ഹിസ്റ്ററിയിലും കാര്യങ്ങളിലൊക്കെ പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് നോക്കുന്നത് ആ എക്കണോമിക് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമേ ഈ ഇന്ത്യയുടെ ഓവറോൾ എക്കണോമിക് കണ്ടീഷനിൽ നോക്കുമ്പോൾ നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് എക്കണോമിക് സൈഡിൽ പ്രധാനമായിട്ട് നടന്നത് ഈ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യക്ക് മുകളിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് അറ്റംപ്റ്റുകളുണ്ട്. അതിനകത്ത് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ ഇന്ത്യയിൽ എത്രമാത്രം നാഷണൽ ഇൻകം ഉണ്ട്, പെർ ക്യാപിറ്റ നാഷണൽ ഇൻകം എത്രയാണ്, ഒരാൾക്ക് ആവറേജ് എത്ര രൂപയുടെ വരുമാനമുണ്ട് എന്നുള്ള ഒരു കണക്കെടുപ്പ് ആ സമയത്ത് നടത്താനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആദ്യത്തെ ചോദ്യം. അതായത് ദ കൊളോണിയൽ ഗവൺമെന്റ് നെവർ മെയ്ഡ് എനി സിൻസിയർ അറ്റംപ്റ്റ് ടു എസ്റ്റിമേറ്റ് ദ നാഷണൽ income and per capita income. Who among the following were the Indian estimated who attempted to measure such income? ഇന്ത്യയിലെ നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകവും മെഷർ ചെയ്യാണ്ട് സിൻസിയർ ആയിട്ടുള്ള അറ്റംപ്റ്റ് എടുത്ത് ഇന്ത്യക്കാർ ആരൊക്കെയാണെന്നുള്ളതാണ്. ദാദാഭായ് നവറോജി, വില്യം ദിഗ്ബി, VKR റാവു ആൻഡ് മോത്തിലാൽ നെഹ്റു. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ. സോ അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണെന്ന് നോക്കിയാൽ നമുക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ആരുടെ ആയിരുന്നു? ദാദാഭായ് നവറോജിയുടെ ആയിരുന്നു. അപ്പൊ ഒന്നാമത്തെ ദാദാഭായ് നവറോജി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പിന്നെ ഇതിനകത്തുള്ള മറ്റൊരാളെന്ന് പറയുന്നത് VKR റാവു ആണ്. അതായത് 1ഉം 3യുമാണ് ഇതിനകത്ത് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് എന്നുള്ളത് ആണ് അറിയേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസർ ഇതിനകത്ത് ബി ആണ് വരുന്നത്. ദാദാഭായ് നവറോജിയും VKR റാവുമാണ് നമ്മൾ പറഞ്ഞത്. ദി അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ള ബുക്കുകളൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന സമയത്ത് വായിക്കുന്നതാണ്. അപ്പോൾ ആ ബുക്കുകളിലൊക്കെയാണ് ഇതിനെപ്പറ്റി എന്ത് ചെയ്യുന്നത്, പ്രതിപാദിച്ചിട്ടുള്ളതും എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാൽ, ഈ പറയുന്ന ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന ഇന്ത്യയുടെ ഇൻഡിജീനസ് ആയിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനെ സംബന്ധിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ. കൊളോണിയൽ സമയത്ത് ദ ഡിമാൻഡ് ഇൻ ദി ഇന്ത്യൻ കൺസ്യൂമർ മാർക്കറ്റ് ഓൾസോ ഡിക്ലൈൻഡ്. അതായത് കൊളോണിയൽ സമയത്ത് ഇന്ത്യയിലെ കൺസ്യൂമർ മാർക്കറ്റിലെ ഡിമാൻഡ് കുറഞ്ഞു. ഇറ്റ് ക്രിയേറ്റ് എ മാസീവ് അൺഎംപ്ലോയ്മെന്റ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചോദ്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ഇൻഡിജീനസ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ്? ഒന്ന്, ഇന്ത്യൻ കൺസ്യൂമർ മാർക്കറ്റിന്റെ ഡിമാൻഡ് വലിയ രീതിയിൽ കുറഞ്ഞു, അതായത് ഇന്ത്യയിൽ ഇത് മേടിക്കാൻ ആളില്ലാത്ത അവസ്ഥ ഉണ്ടായി. രണ്ട്, ഇത് ഇന്ത്യയിൽ വലിയൊരു അൺഎംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത്. ഈ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിന്റെ ഡിക്ലൈൻ വലിയ രീതിയിലുള്ള ഒരു അൺഎംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്തു. ഇതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് ഈ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഡിക്ലൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൺസ്യൂമർ മാർക്കറ്റ് ഇല്ലാതായിട്ടില്ല. അത് തുണികൾ ആവശ്യമുള്ള ആളുകൾ എന്തുണ്ട്, അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ ആവശ്യമുള്ള ആളുകളുണ്ട്. പക്ഷെ അത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വലിയ രീതിയിൽ കുറഞ്ഞു, അതിവിടെ വലിയൊരു അൺഎംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, റോങ്ങുമാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് കേട്ടോ. ഡി ആണ് നമ്മുടെ ഇതിന്റെ ആൻസർ ആയിട്ട് പറയുന്നത്. ദെൻ മൂന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സെൻസസുകളെ പറ്റി നോക്കിയാൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഒരു സെൻസസിലുള്ള ശ്രമം നടത്തുന്നത് നമുക്കറിയാം 1871 ആദ്യമായിട്ടൊരു സെൻസസ് എടുക്കാനുള്ള ശ്രമം നടന്നത്. പക്ഷെ ഒരു കംപ്ലീറ്റ് സെൻസസ് എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് വരുന്ന 1881 സോ നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് വാസ് ദ ഫസ്റ്റ് കംപ്ലീറ്റ് സെൻസസ് ഇയർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ? അതെന്ന് പറയുന്നത് 1881 71 ആദ്യ ശ്രമം നടക്കുന്നത്. പക്ഷെ കംപ്ലീറ്റ് സെൻസസ് എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഇതാണ്. ഇനി നിങ്ങൾ ഇതേ കാര്യം തന്നെ ഇന്ത്യയിലെ പ്രിൻസിലി സ്റ്റേറ്റുകൾ കൂടി ഉൾപ്പെടുത്തി നോക്കുകയാണെങ്കിൽ, ആദ്യമായിട്ട് സെൻസസിനുള്ള ഒരു ശ്രമം നടത്തിയത് നമ്മുടെ തിരുവിതാംകൂർ ആണ്. ട്രാവൻകൂർ പ്രിൻസിലി സ്റ്റേറ്റ് ആണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഐഡിയ മുന്നോട്ട് കൊണ്ടുവന്നത് എന്ന് തന്നെ പറയാനായിട്ട് കഴിയും. ഇനി അടുത്തത് നമ്മുടെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ വരുന്നു, അതിനുശേഷം ഇന്ത്യയിൽ ഫസ്റ്റ് പ്ലാൻ വരുന്നു, സെക്കൻഡ് പ്ലാൻ വരുന്നു, തേർഡ് പ്ലാൻ, ഇങ്ങനെയുള്ള പ്ലാനുകൾ 12 പ്ലാനുകളും അതുകൂടാതെ കുറച്ച് ആനുവൽ പ്ലാനുകളും നടന്ന കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാം. പക്ഷെ ഇതിനു മുന്നേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലാതെ മറ്റു പല ആളുകളും പല പ്ലാനുകളും നമുക്ക് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിശ്വേശ്വരയ്യയുടെ കാലഘട്ടത്തിൽ 1930s എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യത്തെ വിശ്വേശ്വരയ്യ പ്ലാൻ വരുന്നുണ്ട്.
അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1944 ആകുമ്പോഴേക്കും ബോംബെ പ്ലാൻ വരുന്നുണ്ട്. ബോംബെ പ്ലാൻ, ഈ ബോംബെ പ്ലാൻ എന്ന് പറയുന്നത് ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയലിസ്റ്റ് ആയ ഈ ടാറ്റയും പോലുള്ള ആളുകൾ, അതുപോലെ അന്നത്തെ ഫേമസ് ഇൻഡസ്ട്രിയലിസ്റ്റുകൾ എല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കി മുന്നോട്ട് വെക്കുന്ന ഒരു പ്ലാനാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ്, അതൊരു ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ മുന്നോട്ട് വെച്ച പ്ലാൻ ആണെങ്കിൽ പോലും അതിനകത്തും സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങുകൾ, നമ്മുടെ ഒരു സോഷ്യലിസ്റ്റിക് കൈൻഡ് ഓഫ് പ്ലാനിങ്ങിന് പ്രൊമോഷൻ കൊടുത്തിരുന്നു എന്ന് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫാക്ടറാണ്. അതായത് വെറും ഒരു ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജി അല്ല, മാർക്കറ്റ് കൺട്രോൾ ചെയ്യട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു പ്ലാൻ അല്ല അവർ മുന്നോട്ട് വെച്ചത്. അവിടെയും ഗവൺമെന്റിന് സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു പ്ലാൻ ആയിരുന്നു ബോംബെ പ്ലാനിൽ മുന്നോട്ട് വെച്ച്. അതിനുശേഷം 1944 തന്നെ വരുന്നതാണ് ഗാന്ധിയൻ പ്ലാൻ. ശ്രീമൻ നാരായൺ എന്ന് പറയുന്ന ആള് മുന്നോട്ട് വെക്കുന്നതാണ് ഗാന്ധിയൻ പ്ലാൻ. ഗാന്ധിയൻ ഐഡിയോളജിയുടെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ കോട്ടേജ് ഇൻഡസ്ട്രീസിനൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാനാണ്. ദെൻ അതിനുശേഷം പീപ്പിൾസ് പ്ലാൻ വരുന്നു 1945 പീപ്പിൾസ് പ്ലാൻ. എൻ റോയ്, നമുക്കറിയാം, ഫേമസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഒരു ആ ഒരു ഐഡിയോളജി മുന്നോട്ട് വെക്കുന്ന ആളാണ് എൻ റോയ്. അതുകൊണ്ട് തന്നെ പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത് 1945 ഒരു പ്ലാൻ അദ്ദേഹം വെക്കുന്നു. അതിനുശേഷം 1950 നമ്മൾ നോക്കുകയാണെങ്കിൽ സർവോദയ പ്ലാൻ എന്ന് പറയുന്ന ജയപ്രകാശ് നാരായണാണ് 1950s ഈ സർവോദയ പ്ലാൻ മുന്നോട്ട് വെക്കുന്നത്. ഈ സർവോദയ പ്ലാൻ എന്ന് പറയുന്നത് വിനോബാ ഭാവെയുടെ ഐഡിയോളജീസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജയപ്രകാശ് നാരായൺ മുന്നോട്ട് വെക്കുന്നതാണ് സർവോദയ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യം ബോംബെ പ്ലാൻ, പിന്നെ ഗാന്ധിയൻ പ്ലാൻ, പീപ്പിൾസ് പ്ലാൻ, സർവോദയ പ്ലാൻ എന്നുള്ളതാണ്. ഇതാണ് അതിന്റെ ഓർഡർ. സോ അപ്പൊ ആൻസർ എ ആണ് എന്നുള്ളതാണ്. സോ നമ്മൾ ചോദിച്ചിരിക്കുന്ന ഈ പ്ലാനുകൾ അതിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. ബോംബെ പ്ലാൻ, ഗാന്ധിയൻ പ്ലാൻ, പീപ്പിൾസ് പ്ലാൻ, സർവോദയ പ്ലാൻ എന്നാണ്. ഇനി വിശ്വേശ്വരയ്യ പ്ലാൻ കൂട്ടുവാണെങ്കിൽ അത് അതിന് മുമ്പ് വരുന്നതാണ്. ഇതിനെല്ലാം മുമ്പിൽ ആദ്യം വരുന്ന പ്ലാനാണ് വിശ്വേശ്വരയ്യ പ്ലാൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. നമ്മൾ ആ ടോപ്പിക് പഠിക്കേണ്ട കാര്യം ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു. ഈ എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ലാനിങ്ങുകൾ പഠിക്കുന്ന സമയത്ത് ഓരോ പ്ലാനിലും വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് എന്താണ്, അല്ലെങ്കിൽ കമ്മീഷൻസ്, പുതിയ ഇൻഡസ്ട്രിയൽ ഇനീഷ്യേറ്റീവ്സ് ഏതാണ് എന്നുള്ള ചോദ്യം പഠിക്കണമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വരുന്നിരിക്കുന്നത് സെക്കൻഡ് പ്ലാനിലാണ്. സെക്കൻഡ് പ്ലാൻ. അപ്പൊ ആൻസർ സി ആണ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി MB-LAD സ്കീംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് MB-LAD എന്ന് പറയുന്ന സ്കീം, അതായത് മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം. മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം, ഇതും ഒരു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് തരുന്നത്. അണ്ടർ ദ സ്കീം ദ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് റെക്കമെൻഡ് സം വർക്ക്സ് ടു ദ കൺസേൺ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. ബ്രാക്കറ്റിലെ വർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് ഫിക്സഡ് കമ്മ്യൂണിറ്റി അസറ്റ് ബേസ്ഡ് ഓൺ ലോക്കലി ഫെൽറ്റ് ഡെവലപ്മെന്റ് നീഡ്സ്. അതായത് ഒരു MP നമ്മുടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ കളക്ടറോട് പറയാണ് ഇവിടെ ഇന്ന ഡെവലപ്മെന്റ് വേണം, ആ ഡെവലപ്മെന്റ് നിങ്ങൾ ചെയ്യണം. അതിനുള്ള ഫണ്ട് ഈ MP ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്ന് പറയുന്നത്. അപ്പൊ ആ ശരിക്കും പറഞ്ഞാൽ ആ പ്രോഗ്രാം ഒരു MB-LAD ഫണ്ടിൽ നിന്നുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്? അവിടുത്തെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് അത് എന്ത് ചെയ്യുന്നത്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, സ്കീം ഇസ് ഗവേൺഡ് ബൈ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് വിച്ച് വാസ് ബീൻ കോംപ്രിഹെൻസീവ്ലി റിവൈസ്ഡ് ആൻഡ് ഇഷ്യൂഡ് ഇൻ November 2005. അതായത് ഇതിന് ആദ്യം ഉണ്ടായിരുന്ന ആ ഗൈഡ് ലൈൻസിന് 2005 വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, അത് റിവൈസ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും എന്താണ്, ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഏഴാമത്തെ ചോദ്യം എന്ന് പറഞ്ഞത് വിച്ച് ഓഫ് ദ ഫോളോയിങ് 5-year പ്ലാൻ വർക്ക് ഓൺ ദ മോട്ടീവ് റിമൂവൽ ഓഫ് പോവർട്ടി ആൻഡ് അറ്റൈൻമെന്റ് ഓഫ് സെൽഫ് റിലയൻസ്. അതായത് ഈ ഓരോ പ്ലാനുകൾക്കും അതിനൊരു പ്രത്യേക ലക്ഷ്യം അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ 12 പ്ലാനുകൾക്ക് ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ട്. അപ്പോൾ ഇതില് ഈ പോവർട്ടി റിമൂവലും അറ്റൈൻമെന്റ് ഓഫ് സെൽഫ് റിലയൻസ്, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം പര്യാപ്ത അല്ലെങ്കിൽ സ്വയം ഇതിലേക്ക് എത്തുക എന്നുള്ളതിന് ആയിട്ട് ഏത് പ്ലാൻ ആണ് നമ്മൾ മുമ്പോട്ട് വെച്ചത്? 5th 5-year പ്ലാൻ ആയിരുന്നു ഈ പോവർട്ടി റിമൂവലിനായിട്ട് നമ്മൾ കൊണ്ടുവന്നത്. 5th 5-year പ്ലാൻ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ രണ്ടാമത് ഗാഡ്ഗിൽ റിപ്പോർട്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്തിനെ പറ്റിയാണ്? ഗാഡ്ഗിൽ റിപ്പോർട്ട് വൺ ഓഫ് ദ സെവറൽ ഏരിയ സ്പെസിഫിക് റിപ്പോർട്ട് വെയർ പബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദ 1940s വിച്ച് വാസ് ഓൺ. ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് റൂറൽ ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക്, ആർട്ടിസാൻസിന്, കൃഷിക്കാർക്ക്, ഇവർക്കൊക്കെയുള്ള റൂറൽ ക്രെഡിറ്റ് എങ്ങനെ കൊടുക്കാം എന്നതിനെ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു റിപ്പോർട്ടായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ നീതി ആയോഗുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മളോട്. The aim of Niti Aayog is to achieve sustainable development goal and to enhance cooperative federalism in the country. കോപ്പറേറ്റീവ് ഫെഡറലിസം, കോമ്പറ്റേറ്റീവ് ഫെഡറലിസം പോലുള്ള ഐഡിയാസ് ആണ് നീതി ആയോഗ്. പഴയ പ്ലാനിംഗ് കമ്മീഷൻ പോലെ ഒരു പ്ലാൻ ഉണ്ടാക്കി എല്ലാ സ്റ്റേറ്റുകൾക്കും കൊടുത്ത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് പറയുന്ന ഒരു രീതിയല്ല ആരുടെ നീതി ആയോഗ്. നീതി ആയോഗ് പകരം ചെയ്യുന്നത്
അവരെന്ത് ചെയ്യുന്നു, അവർ കുറെ ഗൈഡ് ലൈനുകളും കുറെ ഉപദേശങ്ങളും ഒക്കെ, ഒരു തിങ്ക് ടാങ്ക് ആണ്, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഒരു തിങ്ക് ടാങ്ക് ആണ്. സംസ്ഥാനങ്ങൾക്കും ഗവൺമെന്റിനും ഒക്കെ വേണ്ട ഉപദേശങ്ങളും ഗൈഡ് ലൈൻസും കൊടുക്കുന്ന ഒരു, അല്ലാതെ പഴയ പ്ലാനിംഗ് കമ്മീഷൻ പോലെ ഒരു അതോറിറ്റി, അതായത് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇതിനുള്ള ഫണ്ട് തരും എന്നുള്ള ഒരു അതോറിറ്റി അല്ല നീതി ആയോഗ് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇസ് എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഓഫ് നീതി ആയോഗ്. ശരിയാണ്, പ്രൈം മിനിസ്റ്റർ ആണ് അതിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. വൈസ് ചെയർപേഴ്സൺ വേറെ ആളാണ്, അത് കലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. ദെൻ ദർ ആർ 8 ഫുൾ ടൈം മെമ്പേഴ്സ് ഓഫ് നീതി ആയോഗ്. അപ്പൊ ഇതാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതില് ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ് എന്നുള്ളതാണ്. ആ നമ്പർ എന്താണ്, അതിനകത്ത് തെറ്റാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് 2ഉമാണ് നീതി ആയോഗുമായി ബന്ധപ്പെട്ട, കാരണം നീതി ആയോഗും ഈ പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ദെൻ 10ാമത്തെ ചോദ്യം, എംപ്ലോയ്മെന്റ് ജനറേറ്റിംഗ് പ്രോഗ്രാംസ് ലൈക്ക് ജവഹർ റോസ്ഗർ യോജന വാസ് ലോഞ്ച്ഡ്. ഈ ജവഹർ റോസ്ഗർ യോജന ഏത് പ്ലാനിലാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതാണ്. അത് 7th 5-year പ്ലാനിലാണ് ലോഞ്ച് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞ പോലെ ഈ പ്ലാനുകൾ പഠിക്കുമ്പോൾ ഓരോ പ്ലാനിന്റെ ഒബ്ജക്റ്റീവ് പഠിക്കണം. അതോടൊപ്പം തന്നെ ഈ പ്ലാനുകളില് ഓരോ പ്ലാനുകളുടെ ഒബ്ജക്റ്റീവ്, അതിൽ പ്രധാനമായിട്ട് നടന്നിരിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന സ്കീംസും കാര്യങ്ങളും എല്ലാം വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് നോക്കാം. കാരണം നമുക്കൊരു ചോദ്യം പ്ലാനിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരും. അത് നീതി ആയോഗ് കണക്ട് ചെയ്തായിരിക്കും, അല്ലാതെ ആയിരിക്കും. പക്ഷെ ഈ 12 പ്ലാനുകളും അതിനോടൊപ്പം വരുന്ന ആനുവൽ പ്ലാനുകളും കൃത്യമായി നോക്കിയിട്ട് തന്നെ പോകണം. കാരണം ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഒരു മാർക്കിന്റെ, അതൊരിക്കലും കളയാനായിട്ട് നിൽക്കരുത്. സോ ഇതായിരുന്നു നമ്മുടെ എക്കണോമിക്സ് എന്നുള്ള ടോപ്പിക്കിലെ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ക്ലിയർ ആയി, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.